കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. നാം റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണല്ലോ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയത്. 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന പ്രബോധനങ്ങളുടെ ഒരു രത്ന ചുരുക്കം പൗലോസ്ലീഹ നൽകിയിരിക്കുകയാണ്. ആ നൽകപ്പെട്ട 1-2 വാക്യങ്ങളിൽ നൽകപ്പെട്ട ആ രത്ന ചുരുക്കത്തിൻ്റെ വിശദീകരണമാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. 15-ാം അധ്യായം വരെ. 16-ാമത്തെ അധ്യായം അത് വ്യക്തിപരമായുള്ള വന്ദനം പറയുന്നതിനും അങ്ങനെ ഒരു കൺക്ലൂഷൻ പറയുന്നതിനുമാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വെൽ റിട്ടൺ എപ്പിസോഡ്, നന്നായി ക്രമീകൃതമായി ചിട്ടയായി അടുക്കി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണല്ലോ റോമാലേഖനം. എഴുതിയിരിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ 1-ാമത്തെ ഭാഗം താത്വികവും 2-ാം ഭാഗം പ്രബോധനപരവുമാണ്. ആ പ്രബോധനപരമായ ഭാഗം 12 മുതലുള്ള ഭാഗമാണ്. അതിൽ ആ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദീകരണമായി പറയുന്ന 3-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ സുബോധമാവണ്ണം ഭാവിക്കണം. ഭാവിച്ചുയരരുത്, ഭാവിക്കണം. അപ്പോൾ നമുക്കൊരു ഭാവമുണ്ടാകണം, നമുക്കൊരു നിലയുണ്ടാകണം, നമുക്ക് ഒരു നിലപാടുണ്ടാകണം, നമുക്കൊരു പെരുമാറ്റ രീതി ഉണ്ടാകണം. എന്താ പെരുമാറ്റ രീതി? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ്, സുബോധത്തോടെ, നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഉൾബോധ്യത്തോടെ. ചില ആളുകളുണ്ട് അവരാരാന്നറിയാതെ പെരുമാറും. ഈ മാനസിക രോഗികളായ ആളുകൾ നമുക്കറിയാമല്ലോ, അവരാരാന്നറിയാതെ അവരങ്ങ് പെരുമാറുകയാണ്. അവരാരാന്ന് അവർക്കറിഞ്ഞുകൂടാ, വല്ലാതെ പെരുമാറും. ചില ആളുകൾ, മാനസിക രോഗികളായ ആളുകൾ അങ്ങ് പുറപ്പെട്ടു പോവുക. അവരാരാന്ന് അവർക്കറിയാൻ മേല. നോക്കണേ, അതാണ് സുബോധമില്ലാതെ പോവുക. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യ ജീവിതത്തിലും പല ആളുകളും അങ്ങനെയുള്ളവരുണ്ടോ? അവർക്ക് സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ അങ്ങായിപ്പോവും. എന്താ സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ ആകുന്നത്? അവർ ദൈവമക്കളാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാതെ അവർ ലോക മനുഷ്യരെക്കാളും നിലവാരം കുറഞ്ഞ രീതിയിൽ പെരുമാറുവാൻ പിശാചിനാൽ വശീകരിക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, അവന് സുബോധമില്ല. എന്താ അവൻ്റെ മേലെ ഒരു പൈശാചിക ശക്തി, ഒരു കൂട്ടം ദുരാത്മാക്കൾ അവനെ അങ്ങ് ക്രഷ് ചെയ്തിരിക്കുക, അവൻ്റെ ആളത്വത്തെ ക്രഷ് ചെയ്തിരിക്കുക. അവൻ്റെ സ്വന്തം പേര് പോലും പറയുവാൻ കഴിയാത്തതുപോലെ. എന്താ അതിൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ ലെഗ്യോൻ എന്നാണ് പറഞ്ഞു. ഒരിക്കലും അവൻ്റെ പേര് ലെഗ്യോൻ എന്നല്ല. ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 പട്ടാളക്കാർ ഉൾപ്പെടുന്ന ഒരു റോമൻ സൈന്യ വ്യൂഹത്തിന് പറയുന്ന പേരായിരുന്നു ലെഗ്യോൻ എന്നുള്ളത്. എന്നാൽ അവൻ്റെ പേര് അതല്ല. പക്ഷേ അവനോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ഞാൻ ലീജിയനാണ്, ഞാൻ ലെഗ്യോനാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവൻ്റെ പേര് വല്ല മീൻസ് മത്തായി എന്നോ ലേവി എന്നോ അങ്ങനെ കാണുമൊക്കെ ആയിരുന്നിരിക്കാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പേര്, ഒരിക്കലും ലെഗ്യോൻ എന്നാരും പേരിടുകയല്ലോ. പക്ഷേ കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ ആളത്വത്തെക്കുറിച്ച് അവന് തിരിച്ചറിവ്, അവൻ ആരാണെന്നുള്ളത് അവനെ അറിഞ്ഞുകൂടാതായി. കാര്യം പിശാച് പോലെ അവനെ അങ്ങ് ക്രഷ് ചെയ്തു. ഇതുപോലെ പല പാപ സ്വഭാവങ്ങളും പല പൈശാചിക ശക്തികളും ഒരുവൻ്റെ മേൽ അങ്ങ് വ്യാപരിച്ചിട്ട് അവൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പലപ്പോഴും പെരുമാറുകയാണ്. ഞായറാഴ്ച കൂടിവരവുകളിൽ വരുമ്പോൾ, സഭായോഗങ്ങൾ വരുമ്പോൾ വളരെ ഭക്തന, ബൈബിളും കൊണ്ടുവരും. അല്ലെങ്കിൽ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വളരെ ഭക്തന. ഇതൊക്കെ ശരിയാണ്. പക്ഷേ
അവൻ്റെ ബിസിനസ് തലത്തിൽ അവൻ്റെ പെരുമാറ്റം, അവൻ്റെ കൂട്ടുകാരോട് കൂടുമ്പോൾ അവൻ്റെ പെരുമാറ്റം, അയ്യോ എത്ര സങ്കടകരമായൊരു കാര്യമാണ്. നോക്കണേ, എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. ഒരുവനോട് ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നിങ്ങളുടെ അവിടെ ഇന്നാരും നിങ്ങളോട് വരുന്നത്. അതെ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ബാറിൽ പോയേച്ച് സെക്കൻഡ് ഷോയും കണ്ടേച്ചാ പോയത്. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അയ്യോ, സുബോധം പോയി, അവൻ ആരാണെന്ന് അവൻ മറന്നുപോയി. അതുണ്ടാകരുത്. അപ്പോൾ നമ്മുടെ ബോധ്യം, നമ്മുടെ പെരുമാറ്റം അതെങ്ങനെ ആയിരിക്കണം? വിശ്വാസത്തിന് അളവിനനുസരിച്ചായിരിക്കണം. വിശ്വാസത്തിന് അളവെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആ ബോധ്യം, വിശ്വാസത്തിൻ്റെ അളവ് ദൈവം പങ്കിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് തോന്നും ഓരോരുത്തരോടും ദൈവം പക്ഷപാതപരമായി, ഒരുത്തന് 10 യൂണിറ്റ് വിശ്വാസം, മറ്റവന് 20 യൂണിറ്റ് വിശ്വാസം, ഓരോരുത്തർ 50 യൂണിറ്റ്. പ്രിയമുള്ളവർ, ആ ആശയമല്ല അത്. നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളിൽ ചിന്തിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 3:14 നമ്മളിങ്ങനെ വായിക്കുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. അതുപോലെ തന്നെ യൂദ അപ്പസ്തോലൻ്റെ ലേഖനം 3 വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഇനി യൂദ അപ്പസ്തോലൻ തന്നെ അതിൻ്റെ 20 പറയുന്നു, നിങ്ങളോ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തനം വരുത്തി. നമ്മൾ ആത്മീയവർത്തനം വരുത്തുന്നത് എന്തായാലും അതിന് പറയാൻ പോകരുത്. ആത്മീയവർത്തനം വരുത്തുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ പോകരുത്. പിന്നെയോ വിശ്വാസത്തെ ആധാരമാക്കി. വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണം ദൈവത്തിന് ബന്ധം ഓരോരുത്തരാണ്. ഞാൻ അതിശയം വിചാരിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നേരം സന്ധ്യയായപ്പോൾ നാനാവ്യാധികൾ പിടിച്ച ആടുകളെയൊക്കെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിലാണ്. ധാരാളം ആളുകളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ലൂക്കോസ് സുവിശേഷം 4:40 ഞാൻ പറയുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. നോക്കണേ, കൂട്ടത്തോടെ അവൻ്റെ അടുത്ത് വരിക. നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെ ധാരാളം പേര് സൗഖ്യം പ്രാപിക്കാൻ വരിക. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ചു. ഇന്ന് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്, വയറുവേദന ഉള്ളവരെല്ലാം വയറ്റത്തോട് കൈവച്ചോ, ഒരു കൂട്ടം സൗഖ്യമാകൽ. തലവേദനയുള്ളവരെല്ലാം തലയിലോട്ടൊന്ന് കൈവച്ചേ, കൂട്ടം സൗഖ്യമാക്കൽ. ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ഓരോരുത്തൻ ദൈവത്തിന് പ്രധാനമാണ്. അപ്പോൾ ഓരോരുത്തരും വിശ്വാസം പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ഓരോരുത്തരും സുവിശേഷ സന്ദേശം, ആദ്യ വിശ്വാസ പ്രമാണം, അതാണ് അളവുകോൽ. മെട്രോൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അളവ് എന്നുള്ളതിന് അളവുകോൽ എന്ന അർത്ഥമാണ് പ്രധാനമായുള്ളത് ഗ്രീക്കിൽ. മെട്രോൺ, അളവുകോൽ. ദൈവം നിങ്ങളിൽ ഓരോരുത്തരോടും വിശ്വാസ പ്രമാണത്തിൻ്റെ ആ അടിസ്ഥാനപരമായ അളവുകോൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചല്ലോ, ഞാൻ നഷ്ടപ്പെട്ട പാപിയും ദൈവനീതിനു മുമ്പ് നിസ്സഹായനും ആചാരാനുഷ്ഠാനങ്ങളാൽ പാപപരിഹാരം പ്രാപിക്കുവാൻ കഴിയാത്തവനും മരണഭീതിയോടെ കഴിയുന്നവനും, നോക്കണേ, ജീവിതകാലം മുഴുവൻ പാപപരിഹാരത്തിന് വേണ്ടി ആവോളമെല്ലാം ചെയ്തിട്ടും ഒരു പരിഹാരമില്ലാതെ നിസ്സഹായതയോടെ കഴിയുന്നവനുമായിരുന്നു. എന്നാൽ എൻ്റെ പാപത്തിൻ്റെ കുറ്റം എൻ്റെ യേശു എനിക്ക് പകരമേറ്റെടുത്ത്, എൻ്റെ സൃഷ്ടാവും എൻ്റെ ഉടമസ്ഥനും എന്നെ കരുതുന്ന ദൈവവും എന്നെ സ്നേഹിക്കുന്നവരുമെന്ന നിലയിൽ എന്നോടുള്ള അവൻ്റെ സ്നേഹം നിമിത്തം എൻ്റെ പാപത്തിൻ്റെ കുറ്റം അവിടുന്ന് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ദൈവനീതി നിവർത്തിച്ച് എൻ്റെ സ്ഥാനത്ത് മരിച്ച് എൻ്റെ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തി എൻ്റെ പാപം പ്രശ്നം അതിനെ നീക്കുപോക്കുണ്ടാക്കി പ്രായശ്ചിത്തമായി എനിക്ക് വേണ്ടി മരിച്ചു. അവനോടുകൂടെ ഞാനും മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അവിടുന്ന് എൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ തന്ന് എൻ്റെ ശരീരം പരിശുദ്ധാവിൻ്റെ മന്ദിരമായി എന്നെ തിരഞ്ഞെടുത്തു. ആ തിരിച്ചറിവ്, അതാണ് ഓരോരുത്തരും പങ്കിട്ട് കൊടുത്തിരിക്കുന്ന, ഓരോരുത്തരെയും അറിയിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവുകോൽ. സ്തോത്രം. വിശ്വാസത്തിൻ്റെ അളവുകോൽ ഓരോരുത്തരും കൊടുത്തിരിക്കുന്നതാണത്. അത് എല്ലാവർക്കും ഒരേ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഒരേ വിശ്വാസമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ അവർക്ക് വീണ്ടെടുപ്പിന് വേണ്ടി വെള്ളി കൊടുക്കണമായിരുന്നു. വീണ്ടെടുപ്പിന് വെള്ളി എന്ന് പറഞ്ഞാൽ അതിൽ ധനവാൻ അധികം കൊടുക്കുക, 1/2 ശേക്കൽ വെള്ളി. ധനവാൻ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ച് കൊടുത്താലും പോരാ. എല്ലാവർക്കും ഒരേ അളവാണ്. എല്ലാവർക്കും ഒരേ അളവ്. ഓരോരുത്തരും ഒരേ അളവിൽ ഇതുപോലെ ഒരു രക്ഷ പ്രാപിക്കുവാൻ, പാപപരിഹാരം പ്രാപിക്കുവാൻ എല്ലാവർക്കും ഒരേ അളവുകോലിലുള്ള വിശ്വാസമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇതല്ലാതെ ഒരു വ്യത്യാസവുമില്ല. എത്ര നീതിമാനാണെന്ന് കരുതപ്പെടുന്നവരും, എത്രയും നീതിമാനാകട്ടെ, ഒരു ധർമ്മിഷ്ഠനാകട്ടെ, ഒരു പരോപകാരിയാകട്ടെ, ഒരു സന്യാസവ്രതം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാകട്ടെ, അവന് എത്ര നല്ലവനായി ലോകത്തിന് മുമ്പിൽ അംഗീകരിക്കപ്പെട്ടവനുമാകട്ടെ, അവനും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപപരിഹാരം പ്രാപിക്കണം. അവനും ഉള്ള സുവിശേഷം ഇത് തന്നെയാണ്. നഷ്ടപ്പെട്ട പാപി, കൊലപാതക കുറ്റത്തിന് കൊലക്കയറ് കാത്തു കഴിയുന്ന മഹാദുഷ്ടനായ പാപിയായവൻ, അവനും രക്ഷിക്കപ്പെടുവാനുള്ള അളവുകോൽ ഇത് തന്നെയാണ്. സ്തോത്രം. ഈ അളവുകോലിൻ പ്രകാരം നാം സുബോധമുള്ളവരായിരിക്കണം. നമ്മൾ ആരാണെന്നതിനെക്കുറിച്ച് നമുക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായുള്ള ഉൾബോധമുണ്ടായിരിക്കണം. സ്തോത്രം. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട അളവുകോലിൻ പ്രകാരം, ഈ കൃത്യമായ അളവുകോലിൻ പ്രകാരം ഓരോരുത്തർക്കും വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് വരുവാൻ ദൈവം കൃപ നൽകിയതുപോലെ ആ തിരിച്ചറിവും സുബോധമുള്ളവരായി നിങ്ങൾ ആ ഭാവത്തിൽ നിലനിൽക്കണം. ആ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരാണെന്ന് ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, എപ്പോഴും അയ്യോ വെച്ചാൽ ആരെന്താ പറഞ്ഞാലും യെസ് സർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള വചനത്തെ ചില ആളുകൾ മീൻസ് ഈ ഉപദേശ വിഷയ സംബന്ധമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, നീ അങ്ങനെ പറയുന്നു, ഞാനിങ്ങനെ പറയുന്നു, ആട്ടെ നീ പറയുന്ന പോലെ ഞാനും അങ്ങ് സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞ് തെറ്റായ ഉപദേശത്തോട് യോജിച്ചു പോകുക. സമാധാനം. തെറ്റായ ഉപദേശത്തെ സമാധാനത്തിന് വേണ്ടി അംഗീകരിക്കുവാൻ ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് വിശ്വസിക്കട്ടെ. ഒരുവൻ പറയുന്ന ഉപദേശം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുവാൻ നമുക്ക് ആർജവമുണ്ടായിരിക്കണം, നമുക്കതിനുള്ള കഴിവുണ്ടായിരിക്കണം, അതിനുള്ള തൻ്റെ ഇടമുണ്ടായിരിക്കണം. അതാണ് ആ സുബോധമാകും വണ്ണം ഭാവിക്കണം. നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ച് ഉൾബോധ്യമുണ്ടായിരിക്കണം. സ്തോത്രം. സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. കേട്ടോ, അവനവന് ഓരോരുത്തന്. ശുശ്രൂഷകന്മാർക്കും ഇതുപോലെ ആയിരിക്കണം. ഓരോരുത്തരും പ്രധാനിയായിരിക്കണം. ഒരാട്ടിടയന് തൻ്റെ കൈക്ക് ഏൽപ്പിക്കപ്പെട്ട ഓരോ ആടും പ്രധാനമാണ്. അറിയാം, ആട്ടിടയന്മാർ പലപ്പോഴും മീൻസ് ആടുകൾക്കൊക്കെ ചിലപ്പോൾ ഓമനപ്പേരിട്ട് വിളിക്കാറുണ്ട്. എന്നാൽ ഈ ആടിനെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകൻ അതുപോലെ ആയിരിക്കണം. യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടമെന്നാണ് ദൈവസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരോടും ആ ശുശ്രൂഷകനൊരു ബന്ധമുണ്ടായിരിക്കണം. ഇവിടെയാ സൗരങ്ങളെ ഈ മെഗാ ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലെ സഭ എന്ന ദർശനവുമായി ചേരുന്നതല്ല. ഇന്നിപ്പോൾ ആളുകൾ ഏറ്റവും വലിയ ഉള്ളിടങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും വലിയ കൂട്ടങ്ങളുള്ള എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഹീ ക്യാൻ ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ക്രൗഡ്. ആ വലിയ ആൾക്കൂട്ടത്തിൽ അവനങ്ങ് അലിഞ്ഞു ചേരാം. അവൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടരുത്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ ഞാൻ അവിടെ വന്നോളാം, പിന്നെ ഞാൻ പാട്ട് പാടിക്കോളാം, പിന്നെ ഞാൻ സ്തോത്ര കാഴ്ച ഇട്ടോളാം, അല്ലെങ്കിൽ കൃത്യമായൊരു വരുമാനം ഞാൻ തന്നേക്കാം, പിന്നെ അങ്ങനെയൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നോ, അതല്ല സഭ.
പ്രിയപ്പെട്ട സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന കുടുംബം എന്നാണ് ഒരു സാദൃശ്യം പറഞ്ഞിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ അമ്മയപ്പന്മാരും മക്കളും അടുത്ത ചാർച്ചക്കാരും തമ്മിലുള്ള ഹൃദ്യമായ ബന്ധവും ഒരുമയും പരസ്പരമുള്ള കരുതലും ഉള്ളതുപോലെയാണ് ഒരു ദൈവസഭ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സഭ നോക്കിപ്പോയി ആൾക്കൂട്ടത്തിൽ മുങ്ങി വ്യക്തിപരമായ യാതൊരു ശ്രദ്ധയും ലഭിക്കാതെ പോകുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ദൈവവചനം അങ്ങനെയല്ല നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറക്കരുത്. എനിക്കറിയാം, അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം അണികളുണ്ടെങ്കിൽ അവനാണ് പ്രധാനി, ആ സഭയ്ക്കാണ് ഏറ്റവും വരുമാനം. കാര്യം 10,000 പേര് കൂടിയാണെങ്കിൽ ഓരോരുത്തരും 100 രൂപ ശരാശരി ഇട്ടാൽ എത്ര രൂപയായി? അത് ഒരാഴ്ചത്തെ വരുമാനമായി. അപ്പോഴത്തേനും അവർക്ക് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാക്കാം, വലിയ വലിയ പരിപാടികളുണ്ടാക്കാം. ഇത്രയും അണികളുണ്ട്. ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേന് സ്ഥാനാർത്ഥികൾ എന്ന് നേതാവിന് അയ്യോ എനിക്ക് വേണ്ടി ഒന്ന് പറയണേ, അപ്പോഴത്തേന് ഒരു പ്രധാനിയായി. അപ്പം എൻ്റെ പൊന്നു സൗരങ്ങളെ, ദൈവവചനം അങ്ങനെയുള്ള കൂട്ടങ്ങളെ അല്ല സഭ എന്ന് വിളിക്കുന്ന ഒരു ലോക്കൽ ചർച്ചിൽ ഓരോരുത്തരും വ്യക്തിപരമായ ശ്രദ്ധ ലഭിച്ചിരിക്കണം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ശുശ്രൂഷകന് 1-2 സഹശുശ്രൂഷകന്മാരുടെ സഹായത്തോടുകൂടി ഒരു വ്യക്തിപരമായ കരുതൽ കൊടുത്ത് ശ്രദ്ധിച്ച് ഓരോരുത്തർക്കു വേണ്ടിയും കരുതൽ കൊടുത്ത് നടത്തുവാൻ കഴിയുന്നതിനേക്കാൾ അധികം അംഗങ്ങൾ ആ സഭയിൽ വർദ്ധിച്ചാൽ സന്തോഷത്തോടെ സഹോദരീ സഭയായി മാറണം. ഒരു വീട്ടിൽ മക്കൾ ഒരു മോൻ കല്യാണം കഴിച്ചു, രണ്ടാമത്തെ മോൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മൂത്ത മോനെ മാറ്റിപ്പാർപ്പിക്കുന്നു. പല വീടുകൾ ഒരു കോമ്പൗണ്ടിൽ, പക്ഷേ ഒരു കുടുംബം പല വീടുകളെന്ന പോലെ ആയിരിക്കണം ദൈവസഭ, ലോക്കൽ സഭകൾ ഉണ്ടായിരിക്കേണ്ടത്. അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടു, ഓരോരുത്തരോടും ബുദ്ധി പറയുന്നു. സ്തോത്രം. ഓരോരുത്തരും പ്രധാനിയാണ്. എനിക്കതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഞാനൊരു ചെറിയ സഭയുടെ ശുശ്രൂഷകനാണ്. ഞാനൊരു സഭയുടെ ശുശ്രൂഷ ദൈവം എനിക്ക് തന്ന നിയോഗപ്രകാരം ഇപ്പോൾ ഞാനത് 2 വർഷമായി ഞാനത് ഏറ്റെടുത്തു. എല്ലാ ദിവസവും എൻ്റെ സഭയിലെ അംഗങ്ങളിൽ ഓരോരുത്തരുടെയും പേര് ദൈവസന്നിധിയിൽ പറഞ്ഞ് ഓരോരുത്തർക്കു വേണ്ടിയും പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് മഹാദയ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഓരോരുത്തരെക്കുറിച്ചും എനിക്ക് കരുതലുണ്ട്. ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്താണെങ്കിൽ പോലും വ്യക്തിപരമായി പോയി കാണാൻ കഴിയാത്ത സാഹചര്യത്തിലും ഓരോരുത്തരെയും ഫോണിൽ വിളിച്ചും ഏതെങ്കിലും നിലവരുമായി ബന്ധപ്പെട്ട അവൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് അവന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കൂട്ടായ്മകളും ചെയ്ത് മുമ്പോട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി പോകുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഒരു ലോക്കൽ സഭ. സ്തോത്രം. അവനവന് വിശ്വാസത്തിൻ്റെ അളവുകോൽ ഓരോരുത്തരും അളവുകോൽ തന്നിരിക്കുന്നു. വചനമായി ഇപ്പം നമുക്ക് കൃത്യമായി തന്നിരിക്കുന്നു. വചനമെന്ന അളവുകോൽ തന്നിട്ടുണ്ട്. അടുത്തത് സ്തോത്രം, ഓരോരുത്തരോട് ബുദ്ധി പറയുന്നു. ശുശ്രൂഷകൻ ചെയ്യുന്നത് അതാണ്. സ്തോത്രം. അപ്പോൾ ഓരോരുത്തര് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. അപ്പം പൗലോസ് പറയുന്നു എനിക്ക് കൃപ ലഭിച്ചെന്ന്. മേളിൽ നമ്മൾ കണ്ടു ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കിട്ടിയെന്ന്. സ്തോത്രം. പലർക്കും പലതല്ല, എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതേ. ചില ആളുകളുണ്ട്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. പിന്നെ അദ്ദേഹം സ്നാനപ്പെടുന്നെങ്കിൽ ഞാനും കൂട്ടത്തിലങ്ങ് സ്നാനപ്പെടാം. പിന്നെ ഒരു വീട്ടിൽ 2 കൂട്ടായ്മ വേണ്ടല്ലോ, ഒരു വീട്ടിൽ 2 ആരാധന വേണ്ടല്ലോ. ഞാനും കൂട്ടായ്മ. നിനക്ക് സുവിശേഷത്തെക്കുറിച്ച് നിന്നോട് ആരെങ്കിലും സുവിശേഷം ബോധ്യം? അങ്ങനെ വലിയ കാര്യം ഞാൻ ഏത് ദിവസമൊക്കെ വായിക്കും, എൻ്റെ ഭർത്താവ് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നെ ഇതൊക്കെ മനസ്സിലാക്കാനാ, അങ്ങ് വിശ്വസിച്ചാൽ പോരെ. എന്തോ ഈ പറയണത്? ഇങ്ങനെയൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും വചനം കിട്ടിയിരിക്കണം. ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് കിട്ടിയിരിക്കണം. വിശ്വാസം എന്താണ്? വിശ്വാസം ഓരോരുത്തരുടെ കയ്യിൽ അളവുകോലുണ്ട്. സ്തോത്രം. നാം ഓരോരുത്തരും ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ബോധ്യമുണ്ടായിരിക്കണം. സ്തോത്രം. മറ്റവൻ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു എന്ന് പറയുകയല്ല. സ്തോത്രം. നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും ഓരോരുത്തരും ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ പൗലോസ് പറയുന്നു ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടു, എനിക്കും ദൈവം ഈ കൃപ തന്നു. പൗലോസ് അതിനെക്കുറിച്ച് വളരെ ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ അപ്പസ്തോലത്വത്തെക്കുറിച്ച്
വളരെ താല്പര്യമായി പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 1:6 നമ്മൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തു ദാസനുമായ പൗലോസിന് അത്ര തന്നെക്കുറിച്ച് ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ കൃപയാലാണ് അവന് അപ്പസ്തോലത്വം പ്രാപിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ റോമാലേഖനം 1:6 വായിക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ കാണുകയാണ്. റോമാലേഖനം 1 അതിൻ്റെ 6 വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച്, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി അതിൻ്റെ തൊട്ട് മുകളിൽ 5-6 കൂടെ ചേർത്ത് വായിച്ചെങ്കിൽ മലയാളത്തിൽ കൃത്യമാകുള്ളൂ. വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിലെ സകല ജാതികളുടെ വിശ്വാസത്തിനനുസരണം വരുത്തേണ്ടതിന് കൃപ അപ്പോസ്തലത്വം പ്രാപിച്ചത്. അവനാലാണ്, കർത്താവിനാലാണ് ഞാൻ അപ്പോസ്തലത്വവും കൃപയും പ്രാപിച്ചത്. അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് 15-ൻ്റെ 15-ലും 16-ലും അത് തന്നെ പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്കിലും ജാതിൽ എന്ന വഴിപാട് പരിശുദ്ധാത്മ വിശുദ്ധീകരിക്കാൻ പ്രസാദമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷം പുരോഹിതനെ അനുഷ്ഠിച്ചുകൊണ്ട് ജാതിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം. മകനെ, നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ചിലയിടത്ത് ധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ലഭിച്ച ദൈവകൃപയാണ്. താൻ ആരാണ്? താൻ ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടത് ദൈവത്താലാണെന്നും അത് ദൈവകൃപയാലാണെന്നും പൗലോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതാ ഇവിടെ പറയുന്നു, കണ്ടില്ലേ? സ്തോത്രം. എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ വ്യക്തിപരമായി കരുതി, നിങ്ങളെ പ്രബോധിപ്പിച്ച്, നിങ്ങളെ പരിപാലിച്ച്, ബുദ്ധി ഉപദേശിച്ച് നടത്തുന്ന ഒരു മെൻറ്റർ, ഒരു ശുശ്രൂഷകൻ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളണം. ഓരോരുത്തരും പ്രിയപ്പെട്ട ചില ആളുകളുണ്ട്, ഇന്ന് രക്ഷിക്കപ്പെട്ടു, നാളെ അവൻ പ്രവർത്തനത്തിനങ്ങ് ചാടി ഇറങ്ങുക. പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു, നല്ല കസർത്തറിയാം, വാചക കസർത്തറിയാം. ബൈബിളിലെ ഒരു ഭാഗമൊക്കെ അങ്ങോട്ട് വായിച്ച് യേശു ചെയ്തൊരു അത്ഭുതമൊക്കെ അങ്ങോട്ട് എടുത്താൽ നല്ല കസർത്തി അങ്ങ് പറയും. കസർത്തി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആർക്കും വിധേയപ്പെട്ടവനല്ല. നിൻ്റെ ശുശ്രൂഷകൻ, നീ ആരുടെ മെൻറ്റർ, അല്ലെങ്കിൽ നിൻ്റെ പാസ്റ്റർ ആരാ? ഞാനാ പാസ്റ്റർ. നിൻ്റെ പാസ്റ്റർ? ഞാൻ ദൈവത്തിൻ്റെ കീഴിലാണ്. ബൈബിൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. 44 വർഷം കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷയിലാണെങ്കിൽ പോലും ഇന്നും എനിക്കൊരു പാസ്റ്ററുണ്ട്. എൻ്റെ ലോക്കൽ സഭയിലെ പാസ്റ്റർ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിയുന്നവനാണ്. ഞാൻ അദ്ദേഹത്തെ അറിയിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ഓരോരുത്തരോടും ഞാൻ ബുദ്ധി പറയുന്നു. ഇനി ഈ വിശ്വാസത്തിനെ അളവ് വിശ്വാസം പങ്കിട്ടു എന്ന് പറയുന്നതിന് വേറെ ചില പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അതും കൂടി വേഗം ഒന്ന് സൂചിപ്പിച്ച് നിർത്താം. അതായത് കൃപാവരമായ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് പ്രധാന അർത്ഥം ഞങ്ങൾ പറഞ്ഞു, ദൈവത്തോടുള്ള ബന്ധമാണ്. 2 വിശ്വാസ പ്രമാണമാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് കൃപാവരമായ വിശ്വാസമാണ്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കൃപാവരങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വചനം നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരു അതേ ആത്മാവിനാൽ രോഗശാന്തികൾ വരെ. അപ്പോൾ വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം എന്ന് പറയും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ആത്മാവിനാൽ ലഭിക്കുന്നതാണോ? അതെ, അത് വരമാണ്. ഇവിടെ കൃപാവരമാണ്. പ്രിയപ്പെട്ടവരെ, അതായത് വലിയ അത്ഭുതകരമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആ വലിയ ഒരു അനുഭവം കൃപാവരമായി ദൈവം ചിലർക്ക് നൽകുന്നുണ്ട്. വിശ്വാസത്തിലെ അത് കൃപാവരമാണ്. ഇത് എന്താണെങ്കിലും ഇത് ദൈവമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ്. അതാണ് റോമർ 9:16 തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലവും സാധിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കരുണയാലാണ്. അവിശ്വാസത്തിൻ്റെ അളവ് ആ വിശ്വാസ പ്രമാണം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. ദൈവത്തെ വിശ്വസിക്കാനുള്ള കൃപയും ദൈവം തന്നതാണ്. സ്തോത്രം. അങ്ങനെ വിവിധ അർത്ഥതലങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട തിരുവചന ഭാഗമാണ് ഈ 3-ാമത്തെ വാക്യമെന്ന് പറയുന്നത്. അപ്പോൾ ഭാവിക്കേണ്ടതിന് മീതെ
ഭാവിച്ചുയരരുത്. പക്ഷേ നമ്മൾ സുബോധമായി ഭാവിച്ചോണം. നമ്മൾ ആരാണെന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. എല്ലാവർക്കും വിശ്വാസത്തിൽ ഒരു അളവുകോല് തന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് ഒരേ സന്ദേശമാണ്. അതേസമയം സ്തോത്രം, ശുശ്രൂഷയിൽ വരുമ്പോൾ ചിലർക്ക് കൃപാവരമായി വിശ്വാസം ദൈവം നൽകുന്നുണ്ട്. അത് കൃപാവരമാണ്, പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന കൃപാവരമാണത്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അത്ഭുതകരം. ചില ആളുകൾക്ക് അത്ര വലിയ സ്ട്രോങ്, വളരെ ഉറപ്പായ വിശ്വാസം. അതാണ് അപ്പോസ്തലന്മാർ വന്ന് കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. കർത്താവ് പറഞ്ഞത് കടുകുമണിയോളം വിശ്വാസം. എന്നാൽ കർത്താവിനെ ദൈവത്തെ അതുപോലെ ദൈവത്തെ വിശ്വസിക്കണം. ദൈവം നല്ലവനാണെന്നുള്ള ബോധ്യം, ദൈവം കരുതുന്നവനാണെന്നുള്ള ബോധ്യം, സ്തോത്രം, ദൈവം മാറ്റം വരാത്തവനാണെന്നുള്ള ബോധ്യം, സ്തോത്രം, ആ തിരിച്ചറിവ്, ആ ബോധ്യം, ആ ഉത്ബോധം, ആ ഉത്ബോധത്തോടുകൂടെ വേണം നമ്മൾ ജീവിക്കേണ്ടത്. സുബോധമാകും വണ്ണം ഭാവിക്കണം. അതേ നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ഫ്രൊനെയിൻ ആ വാക്കാണ്. ആന്തരികമായ അവസ്ഥയും ബാഹ്യമായ പെരുമാറ്റവും നമ്മൾ ആരാണ് എന്നുള്ള തികഞ്ഞ ഉൾബോധ്യത്തോടുകൂടെ ആയിരിക്കണം. സുബോധമാകും വണ്ണം ഭാവിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ആളത്വത്തെ ക്രഷ് ചെയ്യുകയില്ല, ആളത്വത്തെ ഉദ്ദീപിപ്പിക്കുകയാണ്. നമ്മൾ നല്ല താല്പര്യങ്ങളോട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ നല്ല താല്പര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും, ശക്തീകരിക്കും. ആ നല്ല താല്പര്യങ്ങളിൽ നമ്മളെ മുൻപോട്ട് നയിക്കും. അതിനുള്ള ശക്തീകരണം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കും. സ്തോത്രം. അപ്പോൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അങ്ങനെ സമർപ്പിച്ചു കൊടുക്കുക. സുബോധമാകും വണ്ണം ഭാവിക്കുക. നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവിൻ്റെ കൃപയാൽ. അതാണ് ആരാധന. എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തന്നു, ഞാൻ എന്നെ കർത്താവിന് കൊടുത്തിരിക്കുന്നു. ഞാൻ എൻ്റേതല്ല, എൻ്റെ കർത്താവിൻ്റേതാണ്. എനിക്ക് വേണ്ടി അവൻ മരിച്ചെങ്കിൽ, ഞാൻ അവനോട് മരിച്ചെങ്കിൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല. ആ സുബോധം, ആരാണെന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവിനായി ജീവിക്കുവാൻ, അങ്ങനെ ആരാധകരായി നിൽക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നഷ്ടപ്പെട്ട പാപികളായി തിരുമേനിയുടെ നീതിയുടെ മുമ്പിൽ നിസ്സഹായരായി ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ഭയമുള്ളവരായി, മരണം ഭീതി നൽകുന്നവരായി, മരണഭീതിയോടുകൂടി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവരായി, നിസ്സഹായരായി കർത്താവേ ഞങ്ങൾ ജീവിച്ചപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൊരുവിനെ പോലെ ഇവിടെ വന്ന് ഞങ്ങളുടെ പാപത്തിൻ്റെ കുറ്റം അങ്ങയുടെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ ഞങ്ങളോടുള്ള സ്നേഹം നിമിത്തം, കരുതൽ നിമിത്തം, ഞങ്ങളെ ഉടമസ്ഥൻ എന്ന നിലയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് ഞങ്ങളുടെ പാപമെന്ന പ്രശ്നം അങ്ങയുടെ നീതിയാൽ പരിഹരിച്ച് ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി, അങ്ങയുടെ മരണത്തോട് ഞങ്ങൾ ഏകീഭവിച്ച് അവിടുത്തെ മക്കളായി. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പകരപ്പെട്ട് ഞങ്ങളുടെ ശരീരം അവിടുത്തെ മന്ദിരമായി. ആ വലിയ ഉൾബോധ്യത്തോടെ, ആ സുബോധത്തോടെ, ആ അളവുകോലിൻ പ്രകാരം, ആ വിശ്വാസ പ്രമാണത്തിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതം കർത്താവെ അങ്ങയ്ക്ക് സമർപ്പിക്കപ്പെട്ട് നയിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങൾക്കായല്ല അങ്ങയ്ക്കായി ജീവിക്കുവാൻ, അങ്ങയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അങ്ങ് വിശ്വസ്തനായിരിക്കും ഞങ്ങൾ അറിയുന്ന കർത്താവെ. സർവശക്തനായ സ്തോത്രം, തിരുമേനിയുടെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് കരുതുന്നതിനാൽ സ്തോത്രം. എൻ്റെ കേൾവിക്കാരായ ഞങ്ങളുടെ ബഹുമാന്യ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയ മക്കൾ എല്ലാവരെയും ആ ധൈര്യവും ആ പ്രാഗൽഭ്യവും കർത്താവെ, ആ ഉൾബോധ്യമുള്ളവരായി ദൈവകൃപയിൽ കാത്തുകൊള്ളണമേ. സ്തോത്രം. അങ്ങനെ വിശുദ്ധരായി അങ്ങയുടെ സാക്ഷികളായി നിൽപ്പാൻ കൃപ നൽകണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.